ഹലോ. എൻ്റെ വീഡിയോസ് കാണുന്നവർ, എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർ, അവരുടെ ശ്രദ്ധയ്ക്കാണ് ഞാനീ പറയുന്നത്. ഞാൻ ഏത് ഘട്ടത്തിലാണെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്താൻ നോക്കണ ഒരു വ്യക്തി കൂടിയാണ്. അല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മരിച്ചവരെ പോലെ ജീവിക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. എപ്പോഴും നമ്മൾ സന്തോഷമായിട്ട് നമ്മളിരിക്കണം. നമ്മളുടെ സന്തോഷം കൊണ്ട് മറ്റുള്ളവരും സന്തോഷിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞും കുറവ് പറഞ്ഞും അവരെ തമ്മിലടിപ്പിക്കാനും ഒന്നുമല്ല ഞാൻ നോക്കണത്. എൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ചെന്നാൽ കുടുംബജീവിതമാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിൽ എല്ലാവർക്കും സന്തോഷമാണെന്നാണ് കരുതുന്നത്. അതുകൂടാതെ എന്നോട് വെറുപ്പ് വരാൻ സാധ്യതയില്ല. എങ്കിൽ തന്നെയും അസൂയപ്പെടുന്നവരുണ്ടാകും ചിലവർ. ആ അസൂയപ്പെടുന്നവർ എൻ്റെ വീഡിയോസ് കാണാതിരിക്കുക. എൻ്റെ വീഡിയോസ് കണ്ടിട്ടും എന്തിനാ അത് ചെയ്യണത്, ഇത് ചെയ്യണേ എന്തിനാണ്, ആ റീലിടണ എന്തിനാണ്, ഈ റീലിടണ എന്തിനാണ്? ഏത് വിഷമഘട്ടത്തിലും ഏത് ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന സമയത്തിലും നമ്മൾ അതിനകത്ത് സന്തോഷം കണ്ടെത്തണം. നമ്മൾ തന്നെ അതിലേക്ക് പൊരുത്തപ്പെട്ട് പോകാനാണ് നോക്കേണ്ടത്. അല്ലാണ്ട് ആരെയും പഴിചാരാനോ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ഈ കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ ആശുപത്രിയിൽ കിടക്കുകയാണ്. കിടന്നു കഴിഞ്ഞിട്ട് ഇയാൾ എഴുന്നേക്കണില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും എന്താണെങ്കിലും തളർച്ച തന്നെ. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സന്തോഷം തോന്നിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ശരിയെന്നാൽ നമുക്കൊരു വീഡിയോ പിടിക്കാം. ഒരു പാട്ട് ഞാൻ ഇടുമ്പോൾ താനൊന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റാൽ മതി. കട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെ ഒന്ന് എഴുന്നേക്കണ രംഗമാണ്. കാര്യം ടെൻഷനും ഉണ്ട്, എല്ലാമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നമ്മളത്ര സന്തോഷിച്ചും ഉല്ലസിച്ചും കളിയാടാനല്ല. എൻ്റെ ഹസ്ബൻഡിനേലും ഒരുപാട് രോഗമുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. എങ്കിൽ തന്നെയും അവരെല്ലാവരും അവരുടെ രോഗത്തെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അയ്യോ എൻ്റെ രോഗമാണ് എനിക്ക് വലുത്, അതിൽ വലുത് വേറെ ഒന്നുമില്ല, അങ്ങനെ കരുതണവരും ഉണ്ട്. പക്ഷേ നമ്മൾക്ക് ഏത് പ്രതിസന്ധിയിലും നമ്മൾക്ക് ഒന്ന് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കൂടി ഉയർത്തിയെടുക്കാനാണ് നോക്കേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടത്. അത് കുറച്ചൊന്നുമല്ല, സാധാരണ ഒരു വീഡിയോയാണ്. അഡ്മിറ്റായി കിടക്കുന്ന ഒരു രംഗമാണ്. അതിൽ നിന്ന് ഞാൻ പിടിച്ചെണീപ്പിക്കണ ഒരു ഇതുണ്ട്. അത് പാട്ടിലൂടെ ഞങ്ങൾ ഒന്ന് സന്തോഷിച്ചതാണ്. അത് ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അവർ കാണണമെന്ന് ഞാൻ പറയണില്ല. പക്ഷേ അവരെ പേടിച്ചൊന്നുമല്ല ഞങ്ങൾ വീഡിയോ ചെയ്യാണ്ടിരിക്കണത്. ഞങ്ങളുടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ള ഇതിൽ മാത്രമാണ്. പക്ഷേ ഞങ്ങളുടെ ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ ഇതുപോലെ സന്തോഷിക്കും, സമാധാനം അതിനകത്ത് കണ്ടെത്തും. പക്ഷേ മറ്റുള്ളവരെ ദ്രോഹിക്കലല്ല കേട്ടോ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷകരമായി നമ്മളെക്കൊണ്ട് ആവുന്നത് നമ്മൾ സന്തോഷിപ്പിക്കണം മറ്റുള്ളവരെ. അതുകൊണ്ട് രോഗമുള്ളവരെന്നും പറഞ്ഞ് രോഗത്തിനെയും കെട്ടിപ്പിടിച്ച് നമ്മൾ ഇരിക്കരുത്. നമ്മൾ എന്താണെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അവർക്ക്. അതാണ് മെഡിസിനേലും നല്ലത്, സമാധാനം. അതാണ് ആ മനുഷ്യന് കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴില്ലേ നല്ല ഉണർവുണ്ടായി, നല്ല സന്തോഷമുണ്ടായി. പേടിച്ചൊന്നും ഇരിക്കണില്ല. വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞ് ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താനും നിൽക്കണ്ട, ഒന്നും നിൽക്കണ്ട. യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഫോൺ നഷ്ടമായി പോയാലും ഫോൺ നഷ്ടമായില്ലെങ്കിലും വീഡിയോ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ദൈവത്തെ ഓർത്ത് കുറ്റപ്പെടുത്തരുത്. ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഞങ്ങൾക്ക് ലൈക്കും സപ്പോർട്ടും ഷെയറും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഈ വീഡിയോസ് നിങ്ങൾ കാണാതിരിക്കുക. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളത്. ലൈക്കും കിട്ടാനാ ഒന്നുമല്ല. ലൈക്കൊക്കെ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ സബ്സ്ക്രൈബ് എനിക്ക് 105 ആയിട്ടുള്ളൂ. ഞാനൊന്നും ആയിട്ടില്ല, ഒരു സ്ഥലത്ത് എത്തിയിട്ട് പോലുമില്ല. എങ്കിൽ തന്നെയും എത്തിയില്ലെങ്കിലും എത്തിയാലും ലൈക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും
ഞങ്ങൾ ഇനി ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതെല്ലാം വിഷമഘട്ടത്തിലാണെങ്കിലും സന്തോഷമുള്ള ഘട്ടത്തിലാണെങ്കിലും. ഓക്കെ.